1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ എപ്പിസോഡാണ്. ലാസ്റ്റ് എപ്പിസോഡിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇനിയുള്ള ഭാഗങ്ങൾ 1 തെസ്സലോനിക്കർ 5-ന്റെ 13-ന്റെ 2-ാം പാർട്ടിൽ നിന്നുള്ള ഭാഗങ്ങൾ വളരെ പ്രസക്തമാണ്. മത്തായി 7-ന്റെ 21-ാം വാക്യം ഒന്ന് വായിച്ചേ. മത്തായി 7-21. എൻ്റെ കർത്താവേ, കാണാതെ പറയേണ്ട വാക്യങ്ങളാണ് ഇതൊക്കെ. എന്നെ കർത്താവേ കർത്താവെ വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വലിയ സ്റ്റേറ്റ്മെൻ്റാണ്, കർത്താവേ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതെന്ന് ഗിരിപ്രഭാഷത്തിൽ കർത്താവ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ്. സ്വർഗരാജ്യത്തിൽ ആര് പോകുമെന്ന് ഒറ്റ വാക്കി ചോദിച്ചാൽ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ. ഏതായി പിതാവിൻ്റെ ഇഷ്ടം? പുത്രനെ അനുസരിക്കുന്ന ആ പിതാവിൻ്റെ ഇഷ്ടം. അങ്ങനെ നമ്മൾ പഠിക്കുക. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന പ്രമാണിച്ചാൽ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എൻ്റെ കൽപ്പന പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. അപ്പോൾ സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. ഈ പിതാവിൻ്റെ ഇഷ്ടമാണ് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം മുതൽ 24 വരെയുള്ള വാക്യത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന 10-14ഓളം പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതിലൊന്നാമത്തതാണ് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക, അത് പിതാവിൻ്റെ ഇഷ്ടമാണ്. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക, ബലഹീനരെ താങ്ങുക, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവിൻ, തമ്മിൽ എല്ലാവരോടും എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ഉണ്ടോ? ദൈവ ഇഷ്ടം. ഈ ദൈവ ഇഷ്ടം ചെയ്താലാണ് സ്വർഗരാജ്യത്തിൽ പോകുന്നതെന്നാണ് പൗലൂസ് പഠിപ്പിക്കുന്നത്. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലത് ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകലുവിൻ, അതും പിതാവിൻ്റെ ഇഷ്ടമാണ്. 14ഓളം കൂട്ടം കാര്യങ്ങൾ പിതാവിൻ്റെ ഇഷ്ടമായിട്ട് പൗലൂസ് കൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതെന്താ സഭയെ പഠിപ്പിക്കാത്തത്? ഇതേ സഭയെ പഠിപ്പിക്കുമ്പോൾ ഇത് പൊള്ളും. പഠിപ്പിക്കുന്നവരും പൊള്ളും, പഠിപ്പിക്കൽ കേൾക്കുന്നവരും പൊള്ളും. കാരണം നന്നാകണമല്ലോ. എൻ്റെ അമ്മ എന്നെ തല്ലണ്ട, ഞാൻ നന്നാകത്തില്ല എന്നുള്ള രീതിയാണ് വിശ്വാസികൾ, പാസ്റ്റർമാർ ഏകദേശം അതുപോലെ തന്നെ. പക്ഷെ ഒരു കാര്യം തീർത്തും പറയാം, സ്വർഗരാജ്യത്ത് പോകണമെങ്കിൽ ഈ 1 തെസ്സലോനിക്കർ ലേഖനം 5-ാം അധ്യായം നന്നായി വായിച്ച് പഠിച്ചനുസരിക്കാതെ സ്വർഗരാജ്യത്തിലേക്ക് ആർക്കും പ്രവേശനമില്ലെന്ന് തറപ്പിച്ചങ്ങ് പറയുകയാണ് ഞാൻ. കർത്താവ് പറഞ്ഞു, സ്വർഗസ്വനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത്. പിതാവിൻ്റെ ഇഷ്ടം എന്താണ്? തമ്മിൽ സമാധാനമായിരിക്കണം. സമാധാനക്കേടുണ്ടായാലും ഉടനെ രമ്യതപ്പെട്ട് സമാധാനത്തിൽ ജീവിച്ചോണം. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം, വചനം കൊണ്ട് ധൈര്യപ്പെടുത്തണം, ബലഹീനരെ താങ്ങണം. പൈസ കൊടുത്തോ ഏതെങ്കിലും കാര്യം കൊടുത്തോ ഏത് താങ്ങേണ്ട അവസരങ്ങൾ അങ്ങനെ താങ്ങണം. എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കണം. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കണം. കോടതിയും കേസും എന്ന് പറഞ്ഞ് വാദിച്ച് നിൽക്കുന്നവർക്ക് ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? തമ്മിൽ എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുക. ഈ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന നിർത്തിയാലല്ലേ നന്മ ചെയ്യാൻ പറ്റൂ. എപ്പോഴും സന്തോഷിക്കണം. എന്ത് സന്തോഷം? കർത്താവിൽ സന്തോഷിക്കണം. ഈ 1 തെസ്സലോനിക്കർ 5-ന്റെ 13 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ ഒരു സെമിനാറിനുള്ള വചനങ്ങളാണ്. സെമിനാർ നടത്താൻ, 1 ഡേ സെമിനാർ, രാവിലെയും ഉച്ചയ്ക്കും, രാവിലെ 2 മണിക്കൂർ, ഉച്ചയ്ക്ക് 2 മണിക്കൂർ, 4 മണിക്കൂർ വചനമെടുത്ത് ഈ ഇത്രയും വിഷയങ്ങൾ മാത്രം പ്രസംഗിച്ചാലേ കാര്യങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാവത്തുള്ളൂ. പക്ഷെ പ്രബുദ്ധരായ ദൈവമക്കളോട് ഞാൻ പറയുന്നത്, ഇത് വായിച്ച് ഗ്രഹിച്ചാൽ മതി. നിങ്ങൾ ഇതിൽ പറയുന്ന 14ഓളം വിഷയങ്ങൾ, ഘനമായ വിഷയങ്ങൾ, തമ്മിൽ സമാധാനമായിരിപ്പിനെന്ന് തുടങ്ങി അവസാനത്തെ എന്താ? സകലവിധ ദോഷവും വിട്ടകലുവിൻ എന്ന് തുടങ്ങുന്ന ഈ അനുഭവങ്ങളെല്ലാം, ഈ ആത്മീയ അനുഭവങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് വായിച്ച് പഠിക്കണം. നിങ്ങളൊരു പേപ്പർ എടുത്ത് അതിൽ ഓരോ വിഷയങ്ങളും എഴുതി പഠിക്കുക. അപ്പോസ്തലൻ വരുന്ന ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടിയുള്ള ഈ ശക്തമായ പ്രബോധനം, ഈ ഉപദേശം നമ്മൾ അനുസരിക്കണം. ഇത് പിതാവിൻ്റെ ഇഷ്ടമാണ്. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം എന്നല്ലേ ഇവിടെ പറയുന്നത്. പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കുക.
ഈ ഓരോ വിഷയങ്ങളും എടുത്ത് പറയാനാണെങ്കിൽ എൻ്റെ മുമ്പിൽ സമയമില്ല. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുന്ന എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്, സഭയിലുള്ളതാണ്. 3 കാര്യങ്ങൾ അതിലുണ്ട്. ശാസനയുണ്ട്, തർജ്ജനമുണ്ട്, കഠിനമായി ശാസിക്കലുണ്ട്. ഇതൊന്നും ആരും ചെയ്യുന്നില്ല. ബായി പറഞ്ഞു പോവുക. പാപം ചെയ്തവനെ പുറത്താക്കാതെ അവനെ വകഞ്ഞു പിടിച്ച് അവന് പിന്നെ പൈസ ഉണ്ടെങ്കിൽ നല്ലൊരു സ്ഥാനത്തിരിക്കുന്നവനാണെങ്കിൽ പിന്നെ പറയും വേണ്ട. ദൈവത്തിൻ്റെ മുൻപാകെ പിടിക്കപ്പെടുമെന്ന് ഇന്ന് പൽക്കാലം ശക്തിയോടെ ഞാൻ പറയുക. പാപത്തിനെതിരെ കണ്ണടയ്ക്കരുത്. പാപത്തോട് എതിർത്ത് നിൽക്കുക, പാപത്തോട് പോരാടുക, പാപത്തെ വിട്ടോടുക, പാപത്തെ കീഴ്പ്പെടുത്തുക. ഇതൊക്കെ പഥ്യവചനം, പഥ്യോപദേശത്തിലെ പ്രധാന ഉപദേശങ്ങളാണ്. പാപത്തോട് സഖ്യത കർത്താവ് കാണിച്ചില്ല, അപ്പോസ്തലന്മാർ കാണിച്ചില്ല. തെറ്റുകുറ്റങ്ങളെ കർത്താവും അപ്പോസ്തലന്മാരും എതിർത്തിരുന്നു. കർത്താവ് ഈ ഭൂമിയിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഒരു മതമായിരുന്നു. ഏത് മതം? യഹൂദ മതം. കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു ഗവൺമെൻറ്റാണ് റോമൻ ഗവൺമെൻറ്. റോമൻ ഗവൺമെൻറ് ഞാനങ്ങ് വിടുക, അത് ലോക മനുഷ്യരാണല്ലോ. യഹൂദ മതം എന്ന് പറയുന്നവർ എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളിതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. കണ്ടോ, കർത്താവ് അവിടെ തുടങ്ങുക. പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെട്ട ആ ആലയത്തെ യഹൂദ പരീക്ഷകളെല്ലാം കൂടി ചേർന്ന്, ശാസ്ത്രിമാരും പരീശന്മാരെല്ലാം കൂടി ചേർന്ന് എന്ത് ചെയ്തു? കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റി. കർത്താവ് അവിടെ രൂക്ഷമായിട്ട് ഇടപെടുന്നതായിട്ട് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം കുത്തിയിരുന്ന് വായിച്ച് പഠിച്ചാൽ അതിനെ നമുക്ക് മോശയുടെ പീഠത്തിലിരിക്കുന്ന ശാസ്ത്രിമാരെയും പരീശന്മാരെയും കർത്താവ് രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതിലെ ഏറ്റവും പ്രധാനമായ 13, 14, 15 വാക്യങ്ങളൊന്ന് വായിക്കാം. മത്തായി 23-ന്റെ 13, 14, 15 വാക്യങ്ങൾ വായിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണമേ. വായിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കും, കടലും കരയും ചുറ്റി നടക്കുന്നു, ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ, അപ്പം നിങ്ങളും നരകയോഗ്യരാണ്, നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകമാണ് അവരെ സമ്മാനിക്കുന്നത്. ഇന്നത്തെ പാസ്റ്റർമാരെയൊക്കെ ചിന്തിച്ചോണേ. നിങ്ങളെ ഞാൻ അങ്ങനെ കുറ്റപ്പെടുത്തി പറയുകയല്ല, പക്ഷെ ഈ പ്രവണത നമ്മളിൽ ഉണ്ടോ എന്ന് ശോധന ചെയ്തോണം. നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് പോകരുത്. തെറ്റാരെങ്കിലും തിരുത്തിയാൽ അവൻ്റെ കൈ വെട്ടരുത്. ചന്ദ്രശേഖരൻ്റെ കൈ വെട്ടിക്കളഞ്ഞൂടെ, തലയും വെട്ടി അവൻ്റെ. 58 വെട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ആ പാർട്ടി ജീർണിച്ചു പോകാനുള്ള കാരണം. മനസ്സിലായോ? ഏതൊരു പാർട്ടിയും ഏതൊരു ആശയവും അതിൻ്റെ വിശുദ്ധിയിലും നിർമ്മലതയിലും നിലനിന്നില്ലെങ്കിൽ അതിന് നിലനിൽപ്പില്ല. ജനം കാർക്കിച്ചു തുപ്പും അവരുടെ മുഖത്ത് നോക്കി. അതാ കേരളക്കര കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ, എൻ്റെ രാഷ്ട്രീയം പറയാനിരിക്കുകയല്ല, ഇടതുപക്ഷ ഭരണം വേണമെന്നൊക്കെ സഹോദരിമാരോടും അപ്പച്ചന്മാരോടും അമ്മച്ചിമാരോടും ചോദിച്ചപ്പോൾ അവരെല്ലാം ചീത്ത വിളിക്കുക ചെയ്യുന്നത്. ഈ മുടിഞ്ഞ ഭരണം ഞങ്ങൾക്ക് വേണ്ട. കാരണം എന്താ? അതുപോലെ അവർ ഇടപെടുന്നുണ്ടാ. ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ് ആണെങ്കിൽ, സ്നേഹത്തോടെ ഇടപെടുന്ന ഒരു ഗവൺമെൻറ് ആണെങ്കിൽ ജനം കൂടെ നിൽക്കും. ഇല്ലാത്ത വൃത്തികേടുകളും തോന്നിയാസങ്ങളും മുഴുവൻ കാണിച്ചിട്ട് ഭരണം വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ല ദൈവമക്കളെ. രാഷ്ട്രീയം പറയാനിരിക്കുകയല്ല. ഹല്ലേലൂയ, സ്തോത്രം. അടുത്ത വായിച്ചേ. നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടക്കാൻ സമ്മതിക്കുന്നുമില്ല. അടുത്ത കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ വിധവകളുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായരൂപേണ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുപ്പമേറിയ ശിക്ഷ വരും. ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ ഒരുത്തനെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി നടക്കുന്നു. അടുത്ത ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരകയോഗ്യനാകും. നമ്മളൊരാളെ രക്ഷയിലേക്ക് നടത്തി രക്ഷാപൂർത്തിയിലേക്ക് അവനെ കൊണ്ടുപോകുന്നില്ല,
അവരെ നരകത്തിലേക്ക് വിടുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിൽപ്പെട്ടവരായി നമ്മളും തീർന്നില്ലേ എന്നാണ് എൻ്റെ ചോദ്യം. എനിക്ക് കുറെ ചോദ്യം ചോദിക്കുന്ന കൂടുതലാണ്. ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ആരും ചോദിക്കുന്നില്ല. അവിടെ ചോദിക്കുന്നേ. സുവിശേഷ പ്രവർത്തനം ജനത്തെ നരകത്തിൽ വിടുന്ന ആളായി തീരരുത്, രീതിയായി തീരരുത്. സുവിശേഷം ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ആണ് സുവിശേഷം. അതാകുന്നു എൻ്റെ സുവിശേഷം. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച ഒരുത്തന്നേറ്റ് യേശുക്രിസ്തുവിനെ ഓർത്തു, അതാകുന്നു എൻ്റെ സുവിശേഷം. യേശുക്രിസ്തുവിലൂടെയുള്ള പാപമോചനവും സ്വർഗരാജ്യ പ്രവേശനം, അതാണ് സുവിശേഷത്തിന്റെ കണ്ടൻസ്. സുവിശേഷത്തിന്റെ ആകത്തുക പാപമോചനമാണ്. യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന പാപമോചനം, യേശുക്രിസ്തുവിലൂടെ ലഭ്യമാകുന്ന കാറും വീടും ലോറിയും ഒന്നുമല്ല. ഇന്നിപ്പോൾ അതാ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രസംഗം സുവിശേഷം മറ്റൊരു സുവിശേഷം, മറ്റൊരു ആത്മാവ്, മറ്റൊരു ക്രിസ്തുവായി പോയി. നാഗശിഖാന്തം അതിനെ എതിർക്കുന്നു. കടലും കരയും നടന്ന ഒരു കൂട്ടം ജനത്തെ രക്ഷിച്ചിട്ട് ഇരട്ടിച്ച് നരകത്തിന് യോഗ്യരാക്കി തീർക്കുന്ന അവസ്ഥയാണ് ശാസ്ത്രിമാരും പരീശന്മാരും, മോശയുടെ പീഠത്തിൽ ഇരിക്കുന്ന ശാസ്ത്രിമാരും പരീശന്മാരും എന്ന് കർത്താവ് പറഞ്ഞു വെച്ചു. ഇവർ ചെയ്യുന്നത് എന്താ? തുളസി, ചതുകുപ്പ, ജീരകം ഇവയിൽ പാതാരം കൊടുക്കുകയും ന്യായം, കരുണ, വിശ്വസ്തത ഇങ്ങനെ ന്യായപ്രമാണത്തിൽ ഖലമേറിയവ ത്യജിച്ചു കളയുകയും ചെയ്യുന്നു. ഇപ്പോഴും നമ്മൾ ഏകദേശം ആ പരുവത്തിലായില്ലേ? അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം. എന്നിട്ട് കർത്താവ് അവരെ വിളിച്ചത് നമ്മളെയല്ല, ശാസ്ത്രിമാരും പരീശന്മാരും, കുരുടന്മാരായ വഴികാട്ടികളെ, കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരും ആയുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, പുറം വെടിപ്പാക്കും, അകം ചവക്കല്ലറ പോലെയെന്ന്. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥിയും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം ഏകദേശം ഇതേപോലെ ആയില്ലേ എന്നെൻ്റെ ചോദ്യം. എല്ലാവരുമല്ല, നല്ലൊരു വിഭാഗം ഈ വകുപ്പിൽപ്പെട്ടവരായില്ലേ? അതവിടുത്തെ വിഷയം. അത് പറയാൻ ആളില്ല ഇവിടെ. ഇത് പറഞ്ഞ് മരിക്കാനാണ് നമ്മുടെ തീരുമാനം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശ്വാസികളെ, യഹൂദ മതാനുസാരികളെ പോലെ ഇന്നത്തെ ക്രൈസ്തവ സമൂഹം ആയിത്തീർന്നിരിക്കുന്നു. അപകടം മണത്തത് കൊണ്ട് പറയുക. എവിടെ പുറകെ നടന്നാൽ വേറെ എങ്ങും പോണ്ട, നരകത്തിൽ പോകാൻ ഇവരുടെ പുറകെ വഹിച്ചാൽ മതി. സൂക്ഷ്മ നരകത്തിൽ ചെന്നെത്തും. അതുകൊണ്ട് നമ്മൾ കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞ ശാസനയും തർജ്ജനവും ഉപദേശങ്ങളും ശക്തമായി സ്വീകരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ക്രിസ്തുവിൻ്റെ പ്രമാണത്തിൽ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിന്ന് ജീവിച്ച് നിത്യത പ്രാപിക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇത് തെറ്റാണെങ്കിൽ എന്നെ തിരുത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ശാസ്ത്രിമാരെയും പരീശന്മാരെയും കർത്താവ് എന്താ വിളിച്ച അവസാനം? പാമ്പുകളെ, സർപ്പസന്തതികളെ, നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? യോഹന്നാന സ്നാപകനും അത് പറഞ്ഞു, സർപ്പസന്തതികളെ. കർത്താവും അങ്ങനെ പറഞ്ഞു, സർപ്പസന്തതികളെ. കാരണം എന്താ? അവരുടെ പ്രവൃത്തി. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. 23:1 2 ആകയാൽ നിങ്ങൾ അവർ പറയുന്നത് ഒക്കെയും പ്രമാണിച്ച് ചെയ്യുവിൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുതാനും. അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ഇന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, പ്രവൃത്തിയിലില്ല, ജീവിതത്തിലില്ല. എന്നെ കേൾക്കുന്ന പാത്രന്മാരെ, വിശ്വാസികളെ, നമ്മൾ പറയുന്നത് നല്ലതാണ്, നന്നായിട്ട് പറയുന്നുണ്ട്, നല്ല നിലയിൽ സുവിശേഷമൊക്കെ പറയുന്നുണ്ട്. പ്രവൃത്തിയിലുണ്ടോ എന്ന് സ്വയം ശോധന ചെയ്ത് നന്നായിക്കോ. ഇല്ലെങ്കിൽ സ്വർഗരാജ്യത്ത് പോകാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ആകളം തുരിക്കുമ്പോൾ ഇവിടെ കിടക്കും, തൊഴിഞ്ഞു കിടക്കും. പിന്നെ നിങ്ങളെ ചേർക്കാൻ വേറൊരു കർത്താവ് വരും. അത് ഭയങ്കരമായിരിക്കും അവൻ്റെ കീഴിലുള്ള ജീവിതം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സ്വർഗവും നരകവും എന്നുള്ളൊരു വിഷയമാണ് നമ്മുടെ മുൻപിലുള്ളത്. നരകത്തിൽ പോയാൽ കോടാനുകോടി വർഷം നരകത്തിൽ കിടന്ന് യാതന അനുഭവിച്ച ധനവാനെ പോലെ നമ്മൾ കിടന്ന് അയ്യം വിളിക്കേണ്ടി വരും. അതുകൊണ്ട് ഗൗരവത്തോടെ ഞാൻ പറയുന്നു, നമ്മളെ തിരുത്തിക്കോണം, നമ്മളെ തിരുത്തണം.
യാക്കോബ് പറഞ്ഞു, നമ്മൾ പലതിലും തെറ്റിപ്പോകുന്നു. അവർ തെറ്റിപ്പോവുകയല്ല, അവർ പരസ്പരം തിരുത്തി പോയി. പൗലോസ് പത്രോസിനെ തിരുത്തി. ഇന്നെന്താ പാസ്റ്റർമാർ തിരുത്താത്ത? എന്തിനാ ഈ തിരുത്തേണ്ട സ്ഥാനത്ത് വകഞ്ഞു പിടിക്കുന്നേ? സോപ്പിട്ടുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? പൗലോസ് പറഞ്ഞു, ഞാൻ സത്യം പറയുകൊണ്ട് നിങ്ങൾ ശത്രുവായി പോയോ? ഗലാത്യ സഭയെ പൗലോസ് കണക്കിന് ശാസിച്ചു. അപ്പൊ ഗലാത്യയിലുള്ള വിശ്വാസികൾക്ക് പൗലോസിനോട് ശത്രുമനോഭാവം തോന്നി. ഗലാത്യർ 4:16 അതുകൊണ്ട് ഞാൻ സത്യം പറയുകൊണ്ട് നിങ്ങളെ ശത്രുവായി പോയോ? എന്താ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാത്ത? പന്തലുകാരൻ വന്ന് സോഷ്യൽ മീഡിയയിൽ കാര്യം പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് പന്തലുകാരൻ്റെ 2 ലക്ഷം രൂപ കൗൺസിൽ അംഗങ്ങൾ അടിച്ചുകൊണ്ട് പോയെന്ന്. എന്തൊരു അന്യായമാണിത്! ഇത് പൊറുക്കുന്ന കേസാണോ? തലപ്പത്തിരിക്കുന്നവരെന്താ ഇത് ശാസിക്കാത്തത്, തർജ്ജനം ചെയ്യാത്തത്? ആ കാശ് അവർക്ക് മടക്കി കൊടുക്കാത്തത് എന്താ? അവർ പോകുന്നിടത്തെല്ലാം അത് പറഞ്ഞുകൊണ്ടിരിക്കില്ലേ? അങ്ങനെ പറഞ്ഞ് നമ്മുടെ സമൂഹം ദുഷിച്ച് ചീഞ്ഞ് നാറിക്കിടക്കുകയല്ലേ? ഞാൻ ഇതൊന്നും പറയണ്ടെന്ന് വിചാരിച്ചിരുന്നാലും ചില സമയത്ത് അങ്ങ് പറഞ്ഞു പോവുക, വേദന കൊണ്ട് പറയുകയാണ്. പരിഹസിക്കുകയല്ല, നിന്ദിക്കുകയല്ല ദൈവമക്കളെ. ഒരു വലിയ മടങ്ങി വരവ് പെന്തക്കോസ്തുകാർക്കുണ്ടാകണം. ഹല്ലേലൂയ. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം. അത് പിതാവിൻ്റെ ഇഷ്ടമാണ്. ആ ക്രമക്കേടിൽ അവർ തുടരാൻ അനുവദിക്കരുത്. കീഴ് പാസ്റ്റർമാരാണെങ്കിലും മേൽ പാസ്റ്റർമാരാണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും പൊങ്ങയ്ക്ക് പിടിച്ചോണം കയറി. എനിക്കൊന്ന് ആക്ഷരികമായിട്ട് പിടിക്കണമെന്നല്ല, അവരെ തെറ്റിനെതിരെ വിരൽ ചൂണ്ടണം. പാസ്റ്ററെ നിനക്കിത് ചെയ്യാമോ? പാസ്റ്ററെ നിനക്കിത് പ്രവർത്തിക്കാമോ? പ്രസിഡന്റ് സ്ഥാനത്തിരുന്നുകൊണ്ട് നിനക്കിത് ചെയ്യാമോ? സെക്രട്ടറി സ്ഥാനത്തിന് നിനക്കിത് ചെയ്യാമോ? ഒരു ഖജാൻജി ആയതുകൊണ്ട് നിനക്കിത് ചെയ്യാമോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബോധിപ്പിച്ചെന്ന് തിരുത്തി നോക്കിയേ. തെറ്റെല്ലാവർക്കും വരാം. എനിക്കും നിങ്ങൾക്കും തെറ്റ് സംഭവിക്കാം, ആർക്കും തെറ്റ് സംഭവിക്കാം. അത് തിരുത്തി പോകുന്നതാണ് ക്രിസ്തീയ ജീവിതം. ഇനിയെങ്കിലും മനസ്സിലാക്ക്. പണ്ട് കെ ഇബ്രാഹിം സാറ് ഞങ്ങളുടെ ഉപദേഷ്ടാവായ പാസ്റ്റർ സി ജോർജിനോട് പറഞ്ഞൊരു സംഭവം പുള്ളി പറഞ്ഞ് ഞാൻ കേട്ട് ഞെട്ടിപ്പോയി. കെ ഇബ്രാഹിം സാർ അപ്പച്ചൻ പറഞ്ഞു, പക്ഷേ എൻ്റെ ജീവിതത്തിലും തെറ്റുകുറ്റങ്ങളുണ്ട്, ഞാനത് തിരുത്തി പോകുന്ന ആളാണ്. അതാണ് ആത്മീകൻ. തെറ്റിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ കിടന്ന് ഉരുണ്ട് പെരണ്ട് ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയല്ല, ഞാൻ ഭക്തനാണെന്ന് നിഗളിച്ച് പറയുന്നത് ജഡീകൻ്റെ ലക്ഷണമാണ്. തെറ്റ് പറ്റിയെങ്കിൽ തെറ്റ് പറ്റിയെന്ന് പറയണം. ബലഹീനനായെങ്കിൽ ബലഹീനനായി പോയെന്ന് പറയണം. തിരുത്താനുള്ള ആർജവം ഉണ്ടാകണം. അതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വിജയം. ഇന്നും പല സഹോദരന്മാരെന്നെ തിരുത്തിയിട്ടുണ്ട്. പ്രായമുള്ള അച്ഛൻ എന്നെ തിരുത്തിയിട്ടുണ്ട്. പക്ഷേ ആ ചെയ്തത് പറഞ്ഞത് ശരിയായില്ല. ഓക്കെ, ഐ എം വെരി സോറി. ദൈവനാമത്തിൽ ക്ഷമ ചോദിച്ചു. ക്ഷമ ചോദിക്കേണ്ടവരോട് പോയി ക്ഷമ ചോദിച്ചു, വീട്ടിൽ പോയി ചോദിച്ചു. കാരണം ജീവിതം ക്രമീകരിക്കപ്പെടുന്നില്ലെങ്കിൽ കർത്താവുമായിട്ടുള്ള ബന്ധം നമുക്ക് കാണത്തില്ല. കണ്ണിമയ്ക്കുന്നതിനിടയിൽ കർത്താവ് വരുമ്പോൾ പോകണമെങ്കിൽ ജീവിതം ക്രമീകരിച്ചുകൊണ്ടിരിക്കണം. തെറ്റുകുറ്റങ്ങൾ വരാത്ത ഒരു പാസ്റ്ററും ഇല്ല, ഒരു സെക്രട്ടറിയും ഇല്ല, ഒരു പ്രസിഡന്റും ഇല്ല, ഒരു മഹാനുമില്ല. എല്ലാവർക്കും തെറ്റുകുറ്റങ്ങൾ വരാം. തെറ്റിനെതിരെ സഹസഹോദരന്മാർ സഹപ്രവർത്തകർ വിരൽ ചൂണ്ടുമ്പോൾ അവിടെ അവരുടെ വിരൽ ഒടിച്ചു കളയാനും വിരൽ മുറിക്കാനും നിൽക്കാതെ ശാന്തമായി അവിടെ ഒരു പുനഃപരിശോധന നടത്തി യഥാസ്ഥാനപ്പെട്ട് തെറ്റുകൾ തിരുത്തി മുൻപോട്ട് പോകുന്നതാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ പടികളെന്ന് ഇനിയെങ്കിലും പെന്തക്കോസ്ത് സമൂഹം മനസ്സിലാക്കണം. എനിക്കങ്ങനെ അനേക സമ്പത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒത്തിരി കാര്യങ്ങളുടെ സമ്പത്തുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, പ്രായമുള്ള വയോവൃദ്ധന്മാരായ ദേവദാസന്മാരുടെ കൂടെ നടന്ന് പല കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിച്ചും ആണ് ഞാനൊരു ശുശ്രൂഷകനായത്. പെട്ടെന്നിങ്ങനെ പൊട്ടി വീണൊരു ശുശ്രൂഷകനല്ല. പുതിയ ശിഷ്യൻ അരുതെന്ന് പൗലോസ് പറയുന്നതിൻ്റെ കാരണം എന്താ? തെക്കും വടക്കും അറിഞ്ഞുകൂടാത്ത പുതിയ ശിഷ്യന്മാർ, ആത്മീയമായ വചന വ്യവസ്ഥ അറിഞ്ഞുകൂടാത്തവർ, ഉപദേശം അറിയാത്തവർ, പത്യവചനം പത്യോപദേശം ഗ്രഹിക്കാത്തവർ, അത് ആത്മാവിൽ പഠിക്കാത്തവർ, അത് കർത്താവിൽ നിന്ന് പ്രാപിക്കാത്തവർ ആണ് സഭയെ നടത്തുന്നത്. അതാ സഭ തകർന്നു കിടക്കാനുള്ള കാരണം. 40-60 വയസ്സായ ഒരു വ്യക്തിയെ ശുശ്രൂഷയ്ക്ക് ഏൽപ്പിക്കുമ്പോൾ മാത്രമേ ആ പരിചയ സമ്പന്നത്ത് കൊണ്ട് ദൈവവചനം നന്നായി പഠിച്ച് അഭ്യസിച്ച ദൈവദാസന്മാരുടെ കീഴിൽ ശിഷ്യപ്പെട്ട് വേണം ദൈവവചനം പഠിക്കാൻ. അതിൻ്റെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയെന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നത്. എന്നെ ശാസിച്ച് തർജ്ജനം ചെയ്ത് തെറ്റുകളെ തിരുത്തി മുമ്പോട്ട് വന്നുകൊണ്ട് എന്ത് പറ്റി?
ഇന്ന് ആ തെറ്റുകളെ തിരുത്താനായിട്ട് എനിക്കും കൃപയാൽ ഇടയാകുന്നു. കൃപയാൽ 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 കൃപയാൽ. നമ്മുടെ അറിവോ നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയൊന്നുമല്ല. പൗലൂസ് പറഞ്ഞതുപോലെ ഞാനാകുന്നത് കൃപയാൽ, ഞാനാകുന്നത് കൃപയാൽ, ഞാനാകുന്നത് കൃപയാൽ. ആരും റവറൻറ്റ് പട്ടവും ഡോക്ടർ പട്ടവും ഒന്നും എടുക്കണ്ട. കൊണ്ട് കുടിച്ചു മൂടിക്കോ, അതൊന്നും നമുക്ക് വേണ്ട. വി ആർ ബ്രദേഴ്സ്, നമ്മളെല്ലാം സഹോദരന്മാർ. തമ്മിൽ പൗലൂസ് എന്ന സഹോദരൻ പത്രോസ് സഹോദരനെ തിരുത്തി. പത്രോസിന് ഇത് ഇഷ്ടമായി. പൗലൂസ് ജ്ഞാനിയാണ്, വെളിപ്പാടുള്ളവനാണ്, കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിച്ചവനാണെന്ന് സാക്ഷ്യപ്പെടുത്തി പൗലൂസിനെ അംഗീകരിച്ചു. ഇന്നങ്ങനെയാണോ? പരസ്പരം കുറ്റപ്പെടുത്തുകയല്ലേ, പരസ്പരം ചെളിവാരിയെറിയുകയല്ലേ. ഒരു സഹോദരന്മാർ പൂട്ടിയിട്ട ഒരു ഓഫീസ് കൂട്ടു സഹോദരന്മാരെ തല്ലിപ്പൊളിക്കുക, എന്നിട്ടത് യൂട്യൂബിലെടുത്ത് ഇട്ടു എന്നുള്ളതാണ് വിചിത്രം. ലോകര് കാണട്ടെ ഞങ്ങളുടെ മഹത്വം എന്താണെന്ന്. നിങ്ങൾക്ക് നാണമില്ലേ? ലജ്ജയില്ലേ? എത്ര പരിതാപകരം. ഇനി ഇതിൽ കൂടുതൽ നമ്മൾ അധപ്പതിക്കാനുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിക്കുക, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുക, ബലഹീനരെ താങ്ങുക, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ നോക്കുവിൻ, തമ്മിൽ എല്ലായ്പ്പോഴും എല്ലാവരോടും നന്മ ചെയ്തുകൊണ്ടിരിപ്പിൻ. നന്മ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തിന്മ ചെയ്യരുത്. എപ്പോഴും സന്തോഷിപ്പിൻ, കർത്താവിൽ സന്തോഷിക്കണം. രൂപാന്തര ശരീരം കിട്ടുമെന്നോർത്ത് സന്തോഷിക്കണം. 1000 ആണ്ട് വാഴ്ചയോർത്ത് സന്തോഷിക്കണം. പുതിയ ആകാശം പുതിയ ഭൂമിയിലെ വാഴ്ചയോർത്ത് സന്തോഷിക്കണം. ദൈവത്തോടൊപ്പമുള്ള സ്വർഗീയ വാഴ്ചയോർത്ത് സന്തോഷിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കണം. എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം, സകലവിധ ദോഷവും വിട്ടകലണം. ഇതാണ് സ്വർഗീയ പിതാവിൻ്റെ ഇഷ്ടമെന്ന് പൗലോസ് പറയുന്നു. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. എൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്നവര് ഈ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 24 വരെയുള്ള ഭാഗങ്ങൾ ഒരു 10 പ്രാവശ്യമെങ്കിലും കുറഞ്ഞത് വായിക്കുക. അതിൽ കൂടുതൽ എത്രത്തോളം വായിക്കാൻ അത്രത്തോളം വായിച്ചാൽ നല്ലതാണ്. കുറഞ്ഞ പ്രാവശ്യം 10 പ്രാവശ്യമെങ്കിലും വായിക്കുക. എന്നിട്ട് ഇതിൽ എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ ഓരോന്നായിട്ട് നിങ്ങളൊരു പേപ്പറിൽ എഴുതിയെടുക്കുക. കാരണം എന്താ? പിതാവിൻ്റെ ഇഷ്ടമായിരിക്കും. ഇത് ചെയ്യാതെ നമുക്ക് സ്വർഗരാജ്യത്തേക്കുള്ള പോക്കില്ല. സകലവും ശോധന ചെയ്യാം, നല്ലത് മാത്രമേ മുറുകെ പിടിക്കാവുള്ളൂ, കെട്ടതൊന്നും മുറുകെ പിടിക്കരുത്. ദുരുപദേശമാണെങ്കിൽ വിട്ടുകളയണം. അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ച ഉപദേശത്തിന് വിരുദ്ധമായിട്ട് വന്നാൽ അത് വിട്ടുകളയണം. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാട്ടെ നിങ്ങളോട് സുവിശേഷം വിളിച്ചാൽ ശപിക്കപ്പെട്ടവൻ. അപ്പോസ്തലന്മാർ പറഞ്ഞു വെച്ച വചന വ്യവസ്ഥ വിട്ട് ആര് പറഞ്ഞാലും അത് അംഗീകരിക്കരുത്. അങ്ങനെ അത് അംഗീകരിച്ചാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാകും. ആ പറഞ്ഞവരും ശപിക്കപ്പെടും, നിങ്ങളും ശപിക്കപ്പെടും. പഴയ നിയമത്തില് ശപിക്കപ്പെട്ടവൻ 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 എന്ന് പറഞ്ഞ് ആവർത്തന പുസ്തകത്തിൽ ഒത്തിരി പ്രാവശ്യം പറയുന്നൊരു ഭാഗമുണ്ട്. വേണമെങ്കിൽ ഞാനതൊന്ന് നിങ്ങളെ ഒന്ന് എടുത്ത് വായിച്ച് കേൾപ്പിക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. കാരണം വചനം വായിച്ച് പറയുന്നതാണ് എനിക്കിഷ്ടം. എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു വെക്കാതെ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അതങ്ങനെ തന്നെ ജനത്തിലെടുത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും മനോഹരം. തിരുവെഴുത്ത് അങ്ങനെ പറയുന്നുവെന്ന് സാത്താനോട് പറഞ്ഞപ്പോഴല്ലേ സാത്താൻ പത്തി താഴ്ത്തിയത്. യേശുക്രിസ്തുവിൻ്റെ ആ കർത്താവിൻ്റെ മനോമുഖരത്തിൽ വരുന്ന കാര്യങ്ങളാണോ പറഞ്ഞത്? തിരുവെഴുത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു പിശാച് എന്ന് പറഞ്ഞു. അതുപോലെ ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിൽ അതിൻ്റെ 15 മുതൽ 26 വരെയുള്ള വാക്യത്തിൽ ശില്പിയുടെ കൈപ്പണിയായി യഹോവയ്ക്ക് അറപ്പായ വല്ല വിഗ്രഹത്തെയും കൊത്തിയോ വാർത്തോ ഉണ്ടാക്കി രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ജനമെല്ലാം ആമയെന്ന് പറയണം. അപ്പനെയും അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ജനമെല്ലാം ആമയെന്ന് പറയണം. കൂട്ടുകാരൻ്റെ അതിർ നീക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, ജനമെല്ലാം ആമയെന്ന് പറയണം. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, പരദേശിയുടെയും അനാഥൻ്റെയും വിധവയുടെയും ന്യായം മറിച്ചു കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ, അപ്പൻ്റെ ഭാര്യയോടുകൂടി ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, വല്ല മൃഗത്തോടുകൂടി ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, അപ്പൻ്റെ മകളോ അമ്മയുടെ മകളോ ആയ സഹോദരിയോടുകൂടി ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, അമ്മായി അമ്മയോടുകൂടി ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ ശപിക്കപ്പെട്ടവൻ. ഇവിടെ കൊല്ലണ്ട, കൂട്ടുകാരനെ പകച്ചാൽ മതി, കൊലപാതകനായി. പുതിയ നിമിത്തം കർത്താവ് പഠിപ്പിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിച്ചത്. കൂട്ടുകാരനെ രഹസ്യമായി കൊല്ലുന്നവൻ ശപിക്കപ്പെട്ടവൻ.
കുറ്റമില്ലാത്തവനെ കൊല്ലേണ്ടതിന് പ്രതിഫലം വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ, ജനമെല്ലാം നാമി എന്ന് പറയണം. അപ്പൊ എത്ര ശപിക്കപ്പെട്ടവൻ? 10-11 കൂട്ടം കാര്യങ്ങൾ ശപിക്കപ്പെട്ടവൻ. 12 കൂട്ടം. ആവർത്തന പുസ്തകം 27-ാം അധ്യായത്തിന്റെ 15 മുതൽ 26 വരെയുള്ള വാക്യത്തിൽ 12 കൂട്ടം ശാപഗ്രസ്തമേകുന്ന കാര്യത്തെക്കുറിച്ച് മോശയിക പ്രമാണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് വായിച്ചാട്ടെ. ഗലാത്യർ 1:6 മുതലുള്ള വാക്യം. ആ പഴയ നിയമം പുതിയ നിയമത്തിലുള്ള വ്യത്യാസം നമ്മളത് മനസ്സിലാക്കുക. 6 ഗലാത്യർ 1:6 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങൾ വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷം എന്നല്ല, ചില നിങ്ങളെ കലക്കി ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളയാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. ശ്രദ്ധിക്കണേ. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി, പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദിയായ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി അവർക്ക് പോലും അത് മാറ്റാൻ അവകാശമില്ല. ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ ശാപിക്കപ്പെട്ടവൻ. ദൈവമക്കളെ, പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദിയായ അപ്പോസ്തലന്മാർ എഴുതി വെച്ചിരിക്കുന്ന പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ തെറ്റിച്ച് ആരെങ്കിലും പറഞ്ഞാൽ അവൻ ശാപിക്കപ്പെട്ടവൻ. ഏത് പാസ്റ്റർ ആണെങ്കിലും, ഏത് റവറന്റ് ആണെങ്കിലും, ഏത് ഡോക്ടർ ആണെങ്കിലും അവൻ ശാപിക്കപ്പെട്ടവനെന്ന് ഞാനല്ല, പൗലോസ് അപ്പോസ്തലൻ പറയും. എനിക്കിത് പറയാനുള്ള റൈറ്റ് ഒന്നുമില്ല. ഞാൻ സെക്കൻഡ് ചെയ്യാം, എടുത്തു പറയാം. ഞാൻ പൗലോസ് അങ്ങനെ പറഞ്ഞു എന്ന് എടുത്തു പറയാം, അതാ എൻ്റെ പ്രസംഗം. അപ്പോസ്തലന്മാർ പറഞ്ഞത് ഞാൻ എടുത്തു പറയുന്നു, അതാ എൻ്റെ പ്രസംഗം. വായി തോന്നുന്നതും മനസ്സിൽ തോന്നുന്നതും വായി വരുന്നതൊക്കെ വിളിച്ചു പറയുന്നതല്ല. ഇന്നത്തെ പ്രസംഗം മുഴുവൻ അങ്ങനെയാ. ഞങ്ങളുടെ അസോസിയേഷൻ പാസ്റ്റർമാര് ഞങ്ങളുടെ പാസ്റ്റർമാരുടെ കുടുംബവുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട് ജീവിക്കുക, എന്നാലും ഞങ്ങളുടെ സഭ പെരുകുന്നു. അതാ ഒരുത്തൻ്റെ പ്രസംഗം. എങ്ങനെയുണ്ട്? എനിക്കത് കേട്ടപ്പോൾ തൊട്ട് എൻ്റെ ഹൃദയത്തിൽ വലിയ വേദനയായി. ഇത്ര വൃത്തികെട്ട ഒരു പ്രസ്താവന. അവർ ചെയ്യുന്ന പാപത്തെ വിളിച്ച് ഓതുക, ഓളിയിടുക ലോകത്തിൻ്റെ മുൻപാകെ. ശപിക്കപ്പെട്ടവരാണ് അവരെ. ഏത് മഹാന്മാരാണെങ്കിലും കൊള്ളാം. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി എഫേസ്യ ലേഖനം 2 ദിവസമുള്ളിനി 2:15 ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളും. അവർ വാക്കിനാൽ ലേഖനത്താൽ തന്ന പ്രമാണത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം പറഞ്ഞാൽ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം പറഞ്ഞാൽ ശപിക്കപ്പെട്ടവൻ. സുവിശേഷത്തിന് 2 ഭാഗമുണ്ട്. ഒന്ന്, യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുക. പാപിയായ മനുഷ്യനെ മറ്റൊരുത്തൻ രക്ഷയില്ല, നമ്മൾ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല എന്ന് പറഞ്ഞ് അവനെ രക്ഷയിലേക്ക് നടത്തുക. യേശുക്രിസ്തുവിനെ രക്ഷിതമായി സ്വീകരിച്ച് പാപമോചനം പ്രാപിച്ച് സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച് വരുന്നവനെ രക്ഷാപൂർത്തിയിലേക്ക് നടത്തുവാൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിച്ച് അവരെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി ക്രിസ്തുവിൽ വളർത്തിയെടുത്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന സുവിശേഷത്തിൻ്റെ 2-ാം ഭാഗം. ഈ സുവിശേഷത്തിൻ്റെ 1-2 ഭാഗങ്ങൾ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകണം, പ്രസംഗിക്കണം. ശുശ്രൂഷകന്മാരെ, നമുക്ക് മനസ്സിൽ തോന്നുന്നു വായി വരുന്നതൊക്കെ അല്ലേ വിളിച്ച് പറയേണ്ടത്. എന്തൊക്കെ പറഞ്ഞു പിടിപ്പിക്കുന്നേ? ഹല്ലേലൂയ. എനിക്ക് വലിയ വിഷമമുണ്ട്, വലിയ ദുഃഖമുണ്ട്. പല സുവിശേഷ വേല ചെയ്യാനായിട്ട് ഇന്ന് എല്ലാ ഫീൽഡിൽ നിന്നും ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് പൈസ ഉണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ട് പലരും കരുതിക്കൊണ്ടിരിക്കുക. ആളെ കൂട്ടി കാശുണ്ടാക്കുക, പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുക. ഹല്ലേലൂയ. സുവിശേഷ വേല ധനസമ്പാദനമല്ല, ആളെക്കൂട്ടലല്ല. ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുക, ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുക, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൻ്റെ തലയോളം വളർത്തിയെടുക്കുക. അതാ സുവിശേഷം, അതാണ് പ്രസംഗം. കുറെ ആളെ കൂട്ടി ഷൈൻ ചെയ്യുക, ഞാൻ വലിയ പ്രാസംഗികനാണെന്ന് തെളിയിക്കാൻ, ഞാൻ വലിയ ബൈബിൾ സെമിനാർ നടത്തുന്ന ആളാണെന്ന് തെളിയിക്കാൻ. നല്ലതാ, പക്ഷെ എന്താ ഈ പറഞ്ഞു പിടിപ്പിക്കുന്നേ? ഹല്ലേലൂയ. ആ മനുഷ്യന് ആത്മീയമായിട്ട് ഗുണമുള്ള വല്ലതും ഉണ്ടോ? ഈ കടന്നു വരുന്നിരിക്കുന്ന ജനം വിശുദ്ധിയും വേർപാടുള്ളവരാണോ?
ലോക മനുഷ്യരെ പോലെ ജീവിക്കുന്ന വ്യക്തികളാണ് ഇന്ന് പല ന്യൂ ജനറേഷൻ സഭകളിൽ ഇരിക്കുന്നവർ. ഭയങ്കര വേദന ഉണ്ടെന്ന് കാണുമ്പോൾ. വിശ്വാസിയത് അവിശ്വാസിയത് തിരിച്ചറിയാൻ പറ്റത്തില്ല. ലോക മനുഷ്യർ ജീവിക്കുന്ന പോലെ, സിനി ഫീൽഡിലുള്ളവർ ജീവിക്കുന്ന പോലെ ആ ആർഭാടമായ വസ്ത്രധാരണങ്ങളും മേക്കപ്പും പിന്നെ വെളുത്ത് പൂത്ത നരച്ച തലയൊക്കെ കറുപ്പിച്ച് ആരെ കാണിക്കാനാ? സകല ദുഷ്ടത, എല്ലാ വ്യാജഭാവവും, എല്ലാ ചതി, നുണ എല്ലാം നീക്കിക്കളയാനല്ലേ പറഞ്ഞത്? വ്യാജഭാവമല്ലേ? പാസ്റ്റർമാർ ഡൈ അടിക്കുന്നത് വചനവിരുദ്ധമാണ്, തെറ്റാണ്, പാപമാണ്. ഇത് കേട്ടിട്ട് എന്നെ ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം വിളിക്കുന്നവരല്ല എന്നെ നടത്തുന്ന കർത്താവാ. ആ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ട്. ശുശ്രൂഷകന്മാർ ഡൈ അടിച്ച് പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നത് വ്യാജമാണ്, പാപമാണ്. ഒരു മുടി വെളുപ്പിപ്പാനോ കറുപ്പിപ്പാനോ കഴിയില്ലെന്ന് കർത്താവ് പറഞ്ഞു. ഞങ്ങൾക്കത് കഴിയുമെന്ന് തെളിയിക്കാതെ വ്യാജനാണ്, വ്യാജൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ സമയം തീർന്നു. ഒരു 5-10 മിനിറ്റ് കൂടി ലാസ്റ്റ് എപ്പിസോഡ് ആകും. നിങ്ങൾ ക്ഷമിക്കുക ദൈവത്തോർത്ത്. അപ്പോൾ ഈ 10-14 കൂട്ടം കാര്യങ്ങൾ ചെയ്താലേ നമ്മൾ സ്വർഗത്ത് പോകാനുള്ള യോഗ്യത കിട്ടുന്നുള്ളൂ. ഇനി അധിക സമയമില്ല. യുദ്ധത്തിന്റെ വിഷയത്തെക്കുറിച്ചൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വചനം പറയാൻ പറ്റത്തില്ല. അതുപോലെ ഞാൻ പറയും. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. സ്തോത്രം. നമ്മുടെ മുൻപിലുള്ള ഹ്രസ്വകാല സമയം ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള പ്രമാണമാണ്. സ്വർഗരാജ്യത്തേക്ക് പോകാനുള്ള പ്രമാണം. എന്നെ കർത്താവെ എന്ന് വിളിച്ച് ജന്മം പാഴാക്കാതെ സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്ത് സ്വർഗരാജ്യത്തിൽ പോകാനുള്ള വ്യവസ്ഥയാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. സ്വർഗരാജ്യത്തേക്ക് പോകാനുള്ള പ്രമാണം കർത്താവ് പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചത്. അതിനൊരു പഠനം ഇങ്ങനെയുണ്ട്. എനിക്കിതിനോട് ഒത്തിരി പറവാനുണ്ട്, വായിപ്പാൻ കഴിവില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഞാൻ പറയാതെ വിട്ടതും പറഞ്ഞത് നിങ്ങൾ മറന്നുപോയതും ആത്മാവ് കൂടെ പഠിപ്പിക്കും. അപ്പൊ കർത്താവ് പഠിപ്പിച്ചത് പ്ലസ് ആത്മാവ് പഠിപ്പിച്ചത് ഈസിക്കൽ ടു അപ്പോസ്തലന്മാരുടെ ഉപദേശം. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലെല്ലാം കിടപ്പുണ്ട്. ഒരു മനുഷ്യൻ സ്വർഗത്ത് പോകാനുള്ള എല്ലാ ഉപദേശങ്ങളും അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നുണ്ട്. സുവിശേഷത്തിൽ അതില്ല. സുവിശേഷത്തിന്റെ പഠനം ഭാഗികമാണ്. എനിക്ക് ഒത്തിരി നിങ്ങളുടെ പറവാനുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഒത്തിരി പറഞ്ഞത് ആത്മാവ് വന്നപ്പോഴാ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അത് വേണമെങ്കിൽ ഒന്ന് വായിച്ചു പോകുന്നത് തെറ്റില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇനിയും വളരെ നിങ്ങളോട് പറവാനുണ്ട് 16-12 മുതൽ. എന്നാൽ നിങ്ങൾക്ക് വായിപ്പാൻ കഴിവില്ല. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്ന സംസാരിക്കുകയും വരുവാനുള്ള നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. സ്വതന്ത്രം. അപ്പോൾ വരുവാനുള്ളത് അറിയിച്ചു തരും. ആത്മാവ് വന്നപ്പോൾ അറിയിച്ചു കൊടുത്തു. അതാണ് പ്രവൃത്തി പുസ്തകത്തിൽ ഈ പരിച്ഛേദന ഈ തിമോത്തിയോസിനെ പൗലൂസ് പരിച്ഛേദന കഴിപ്പിച്ചെന്തുകൊണ്ടാണ്? പൗലൂസിന്റെ ലേണിംഗ് പീരീഡാണ് ബുക്ക് ഓഫ് ആക്ട്സ്. ഡബിൾ ക്ലച്ചും ഡബിൾ ബ്രേക്കും വെച്ച ഒരു സ്റ്റുഡൻറ്റ് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത് പോലെ ഒരു പഠനമാണ്, അപ്പോസ്തലന്മാരുടെ പഠനമാണ് ബുക്ക് ഓഫ് ആക്ട്സ്. അവരത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവ് പഠിപ്പിച്ചതും ആത്മാവ് പഠിപ്പിച്ചതും കൂടി ചേർത്ത് ലേഖനങ്ങളിൽ വന്നപ്പോൾ പരിച്ഛേദന കൽപ്പിച്ച പൗലൂസ് എന്താ പറഞ്ഞത്? ഗലാത്യർ 5:1-3 വാക്യം വായിച്ചു. പെട്ടെന്ന് വായിച്ചു. ഓ ഹല്ലേലൂയ, സ്തോത്രം. ഗലാത്യർ 5:1-2-3-4 വാക്യങ്ങൾ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു അടിമനുക ന്യായപ്രമാണമാണ് കേട്ടോ. നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയോജനമില്ല. തിമോത്തിയോസിനെ പരിശോധന ഏൽപ്പിച്ച പൗലോസ് പറയാൻ ഈ പരിച്ഛേദന ഏറ്റ ക്രിസ്തുവിനെ കൊണ്ടൊരു പ്രയോജനമില്ല. അടുത്ത പരിച്ഛേദന ഏൽക്കുന്ന ഏത് മനുഷ്യനോടും ന്യായപ്രമാണം മുഴുവനും നിവർത്തിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പിന്നെയും സാക്ഷീകരിക്കുന്നു. അടുത്ത ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേൺപെട്ടുപോയി, കൃപയിൽ നിന്ന് വീണുപോയി. മനസ്സിലായോ? പൗലൂസ് ആ ന്യായപ്രമാണത്തെ ഖണ്ഡിക്കുന്ന അഗ്രഗണ്യൻ. കാരണം പൗലൂസ് ഒരു പരീശന, യഹൂദന, ഒരു റബ്ബിയ, ഗമാലിയലിന്റെ പാദപീഠത്തിൽ ന്യായപ്രമാണം മുടിനാരികരി പഠിച്ചവനാ. പത്രോസിന് കാണിച്ചു കൊടുത്ത തുപ്പട്ടി സകല ജാതികളുള്ളവരെയും ഗോത്രം, ഭാഷം, വംശം, ജാതിക്കാരെല്ലാം ദൈവം ഒരുപോലെ ക്രിസ്തുവേശുവിനെ സ്നേഹിക്കുന്നു എന്നാണ് തുപ്പട്ടിയുടെ അർത്ഥം. ഇനി എനിക്കും നിനക്കും തുപ്പട്ടി കാണിച്ചതെന്ന് പറഞ്ഞാൽ നിനക്ക് തുപ്പട്ടിയല്ല ചാവപ്പട്ടി കാണിച്ചു തരും കർത്താവ്.
അതിൽ നിന്ന് പ്രബോധനം നമ്മൾ ഉൾക്കൊണ്ടോണം. അതാണ് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ഭാഷ ഇച്ചിരി കട്ടിയാ, പക്ഷെ കട്ടിയായിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. കട്ടി കുറച്ച് ലോലമായി പഠിപ്പിക്കുന്ന കണ്ടെയ്നർ കണക്കിന് ശൂഷന്മാരുണ്ട്. എന്നെ കൊണ്ട് അങ്ങനെ പറ്റത്തില്ല. ജോലിയും കൂലിയും കളഞ്ഞ് വന്നത് കട്ടിയായിട്ട് പഠിപ്പിക്കാൻ തന്നെയാണ്. കാരണം കർത്താവിൻ്റെ വരവ് നമുക്ക് പോകണം. ഒപ്പിച്ചുള്ള ജീവിതമൊന്നും അങ്ങ് ചെല്ലത്തില്ല, വഴി വെച്ച് പോകും. നശിച്ചു പോയാൽ കോടാനുകോടി വർഷം നരകത്തിൽ കിടന്ന് അഴിയെണ്ണേണ്ടി വരും. അത് വരാതിരിക്കാനാണ് ഈ കണ്ഠക്ഷോഭം, ഈ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് ഇത് പ്രസംഗിക്കുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ. തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് മടങ്ങി വന്ന് ഞാൻ കൺക്ലൂഷൻ ചെയ്യുക. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനം തുച്ഛീകരിക്കരുത്, സകലവിധ ശോധനയിൽ നല്ലത് മുറുകെ പിടിപ്പിൻ, സകലവിധ ദോഷവും വിട്ടകരുത്. ദോഷമാണെന്ന് വചനം പറഞ്ഞാൽ അത് വിട്ടകന്നോണം. പിന്നെ അവിടെ കിടന്ന് തലകുത്തി മറിയരുത്. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങൾ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. അപ്പം ഇത്രയും ചെയ്താലേ ദൈവം നമ്മെ ശുദ്ധീകരിക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ശുദ്ധീകരിക്കത്തില്ല. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കും കർത്താവിനെ ശുദ്ധീകരിക്കണം, കർത്താവിനെ ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കത്തില്ല സഹോദര. മേൽപ്പറഞ്ഞ 14 കൂട്ടം കാര്യങ്ങൾ നീ ചെയ്തു കഴിയുമ്പോൾ സമാധാനത്തിൻ്റെ ദൈവം നിന്നെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകട്ടെ. 14 കൂട്ടം കാര്യങ്ങൾ ഞാനും നിങ്ങളും ചെയ്തു കഴിയുമ്പോൾ ദൈവം നമ്മെ ശുദ്ധീകരിക്കും. നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുവണ്ണം നമ്മളെ കാക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ ശുദ്ധീകരിക്കലുമില്ല, കാക്കുകയില്ല. നമ്മുടെ കാര്യം പോക്കാം. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച ദൈവദാസൻ പഠിപ്പിച്ച അതേ പഠനമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഒട്ടും അതിൽ കുറയ്ക്കുന്നില്ല. ഇച്ചിരി കൂടുതലാണെങ്കിലേ ഉള്ളൂ എന്ന് എൻ്റെ ചിന്ത. സഹോദരന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും. സഹോദരന്മാരെ, നിങ്ങൾ തമ്മിൽ വിശുദ്ധ ചുമനത്താൽ വന്ദനം ചെയ്യുവിൻ. കർത്താവാണ്, കർത്താവിനെ ആണയിട്ടുണ്ടാ പൗലോസ് പറഞ്ഞത്. സഹോദരന്മാരൊക്കെ ഈ ലേഖനം വായിച്ചു കേൾപ്പിക്കണം. പൗലോസ് ആണയിട്ട് പറഞ്ഞ കാര്യം ഇന്ന് പാസ്റ്റർമാരെന്ത് ചെയ്യുക? സങ്കീർത്തനം വായിച്ചു പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ലേഖനം വായിക്കത്തില്ല. ഈ ലേഖനം മാത്രമല്ല, ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങൾ, പ്രവൃത്തി പുസ്തകം വാക്കിനാൽ തന്നത് ലേഖനം, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം, ഇനി വെളിപ്പാട് പുസ്തകം 1, 2, 3 അധ്യായം കൂടി പുതിയ നിയമസഭയ്ക്ക് ശക്തമായി പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ വായിച്ച് പഠിപ്പിച്ച് അവരെ ആത്മീകരാക്കിയില്ലെങ്കിൽ സ്വർഗത്ത് പോകാൻ ആള് കാണത്തില്ല. ഇവിടെ കിടന്ന് ശുശ്രൂഷിച്ച് വീടുണ്ടാക്കി, കാറുണ്ടാക്കി, ഇവിടുത്തെ ഭൗതിക അനുഗ്രഹങ്ങൾ മുഴുവൻ നേടിയെടുത്ത് നിത്യമായ നാശത്തിലേക്ക് പോയി പതിക്കും. അപകടം മണത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ആരെയും വേദനിപ്പിക്കാനല്ല, ആരെയും മുറിപ്പെടുത്താനല്ല, ആരെയും ദുഃഖിപ്പിക്കാനല്ല. ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് ഞാനിത് എൻ്റെ കൂട്ടു സഹോദരങ്ങളോടും പാസ്റ്റർമാരോടും സുവിശേഷന്മാരോടും ഇടയന്മാരോടും ഉപദേഷ്ടാക്കന്മാരോടും പ്രവാചകന്മാരോടും എല്ലാവരോടും ഞാനിത് പറയുന്നത്. എൻ്റെ ഭാഷ ഇച്ചിരി കട്ടിയാണെങ്കിലും ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം നമ്മൾ നിത്യത പ്രാപിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ 14-ാം വാക്യം മുതൽ 5-13 മുതൽ ഈ 24 വരെയുള്ള വാക്യത്തിലെ ഈ പ്രധാന വിഷയങ്ങൾ 14 പോയിന്റ് നിങ്ങളൊരു പേപ്പർ എടുത്ത് എഴുതിയിട്ട് അതോരോന്നും നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ശോധന ചെയ്യുക. അതോരോന്നും ചെയ്ത് ആ നിത്യത പ്രാപിക്കാനുള്ള ക്വാളിറ്റി, അതിനുള്ള ബേസിക് ഡോക്ട്രിനാണ് ഇപ്പോൾ പുസ്തകം. 10:21 എൻ്റെ കർത്താവ് എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്നായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നുള്ള സ്വർഗത്തിൽ കിടക്കുന്നു. ഇതാ പിതാവിൻ്റെ ഇഷ്ടം. കർത്താവ് പഠിപ്പിച്ച പിതാവിൻ്റെ ഇഷ്ടം ഒത്തിരി ഉണ്ട്. എന്നാൽ ഇത് ഇത്രയും അനുസരിച്ച് കഴിയുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടമായി. അങ്ങനെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ സർവശക്തനായ കർത്താവ് തെസ്സലോനിക്ക ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ പഠനം എനിക്കും നിങ്ങൾക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, 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 ആമേൻ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. താവേ, നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. സ്വർഗപിതാവേ, കർത്താവിന് മുമ്പാകെ സമർപ്പിക്കുന്ന കർത്താവേ, കേട്ട വചനം അനുഗ്രഹമായി തീരട്ടെ കർത്താവേ. ഈ വചനങ്ങൾക്ക് ശിക്ഷാവിധി കാരണമായി തീരാതെ അനുഗ്രഹമായി തീരട്ടെ. സ്തോത്രം. ആമേൻ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ,
1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിലെ ശക്തമായ പഠനം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തന്നല്ലോ. സ്വർഗരാജ്യത്തിൽ എങ്ങനെ പോകാൻ കഴിയുമെന്ന് കർത്താവ് പഠിപ്പിച്ചു, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു. അതിൽ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ച ശ്രേഷ്ഠമായ വചന വെളിപ്പാട് സാധുക്കളാകുന്ന ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. വചനത്തിന് മുമ്പാകെ അടിയനെ സമർപ്പിക്കുന്നു, പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. വാട്സപ്പ്, ടെലിഗ്രാം, യൂട്യൂബിലൂടെ വചനം കേൾക്കുന്ന എല്ലാവരും നിത്യതയിൽ കാണപ്പെടുവാൻ ഈ വചന കേൾവി മുഖാന്തരമായി ഭവിക്കട്ടെ കർത്താവ്. പ്രാർത്ഥനയായിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്തോത്രം. സർവമഹത്വവും പിതാവിന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കർണോട് കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ.